അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ഡാൻസും പാട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ത്രീകൾക്കിത് ആഘോഷം പാടുണ്ടോ, ഇത് എത്രമാത്രം ആകാം എന്നെല്ലാമുള്ള ചർച്ചകൾ നടത്തുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് ഒരു പ്രത്യേക എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. എന്നിരുന്നാലും ഓരോ ആളുകൾക്കും അവരുടേതായ മതങ്ങളും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അതനുസരിച്ച് അവർ ജീവിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാനോ അവരവരുടെ മതം പ്രചരിപ്പിക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനോ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ പ്രാവർത്തികമാക്കാനോ അല്ലെങ്കിൽ ആചാരങ്ങൾ പ്രവർത്തിക്കാനോ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും നമ്മുടെ നാടുകളിലില്ല. അതതിൻ്റെ മുറ പോലെ അങ്ങനെ നടന്നു പോകും. പക്ഷേ മറ്റൊരു മതസ്ഥർക്കത് ആഘോഷിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. അവർക്ക് അവരുടേത് ആഘോഷമുണ്ട്, നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങളുണ്ട്. അതൊക്കെ ചില ആളുകൾക്ക് പറയുമ്പോൾ ഒരു വിഷമം തോന്നും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറയാൻ പാടുണ്ടോ? നമ്മുടെ നാട് ഭയങ്കര സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നാടല്ലേ, അമ്പലങ്ങളിൽ ഉത്സവങ്ങളും പള്ളികളിലും മകാമുകളിൽ നേർച്ചകളും ഒന്നിച്ച് നടത്തുന്ന കാലമല്ലേ എന്നൊക്കെ പറയാം. അതൊക്കെ വെറും പുറമോടി മാത്രമാണ്. നമുക്ക് ഉള്ളുകൊണ്ട് നമുക്കറിയാം അവരുടെ ആഘോഷമാണതെന്ന്, ഇത് നമ്മുടെ ആഘോഷമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. പിന്നെ ഒരു ആളുകളെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം, അത് ശരിക്കും ഒരു എന്താ പറയുക, അതിലൊരു സത്യസന്ധത ഇല്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ നമ്മുടെ ഒരു റൂസിലേക്ക് അവർ വരണം, അവരുടെ ഒരു നേർച്ചയിലേക്ക് നമ്മൾ പോകണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്കൊരു അടുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാമെങ്കിലും മാനസികമായി നമുക്കതിനോട് യാതൊരു യോജിപ്പും ഉണ്ടാവുകയില്ല. കാരണം ഇപ്പോൾ ഒരു പാർട്ടി വെച്ച് നമ്മൾ പറയാം, ഇപ്പോൾ ഒരു BJP കാരനാണ് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്, അദ്ദേഹം പറയാണ് മാർക്സിസ്റ്റ് പാർട്ടി മോശമൊന്നുമില്ല, നല്ല പാർട്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് അവരും വലിയ കുഴപ്പമില്ലാത്ത പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? യോനെന്ത് മനുഷ്യരാണ്, യോനെന്ത് BJP കാരനാണ് നമ്മൾ പറയില്ലേ? ഇതേ പാർട്ടി ഏത് പാർട്ടിയായാലും നമ്മൾ പറയേ ഒരു 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 എന്താ പറയുക, അവൻ്റെ ഒരു പാർട്ടിനോട് എനിക്കൊരു കൂറും കൃപയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ ഏതൊരു മതത്തിലും അതിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അവരവർക്ക് അത് അനുഷ്ഠിക്കാത്തവർക്ക് ചെയ്യാത്തവർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാത്തവർക്ക് ചെയ്യണ്ട, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഏതോ ഒരു സ്കൂളിൽ പെൺകുട്ടികൾ തുള്ളുകയും ചാടുകയും ചെയ്തു, അല്ലെങ്കിൽ എല്ലാ സ്കൂളിലും കോളേജിലൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ. പക്ഷേ അത് അവർക്ക് മാത്രം കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് അവർക്ക് കാണാം, അവരുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവർ വെക്കുന്ന സ്റ്റാറ്റസുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ കാണുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളുകളൊക്കെ അതിന് കമൻറ്റൊക്കെ എഴുതിയിട്ട് ആളുകളൊക്കെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആയിപ്പോയല്ലോ, നമ്മളെ പെൺകുട്ടികൾ എന്താ ഇങ്ങനെ ആയത്, ഏതെങ്കിലും ഒരു പണ്ഡിതം മാറുന്നത് അനുസരിച്ച് ഒരു പ്രസംഗം പോലും, ഒരു പണ്ഡിതൻ്റെ പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഭരണത്തിലായിരിക്കും ചിലപ്പോൾ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പണ്ഡിതന്മാരെ ശക്തമായ ഒരു കുറവുണ്ട് ഈ വിഷയത്തിൽ എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ മതം എന്താണ്, നമ്മുടെ ആഘോഷം എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ എത്രമാത്രം നമുക്ക് പങ്കെടുക്കാം. ഇപ്പോൾ നമ്മുടെ അയൽപക്കങ്ങളിൽ വീടുകൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വീടുകളുള്ള ഹൈന്ദവരുള്ള ക്രൈസ്തവരുള്ള ഒക്കെ പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളിൽ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ ഒന്ന് ചേരുകയോ ചെയ്യുന്ന അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് പോകാം. അയൽപക്ക ബന്ധത്തിന് വേണ്ടി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി വരുമ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചോ അല്ല ഈ പറയുന്നത് കേട്ടോ. അത് നമുക്ക് അനുവദനീയമാണ്, പോകാവുന്നതാണ്, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്, അതല്ല വിഷയം. മറിച്ച് ഇതേപോലെ പാട്ടും കളിയും ഡാൻസും അവരുടെ പിന്നെ പ്രത്യേക രീതിയിൽ ഒരു ശൈലിയിലുള്ള സ്ത്രീകളുടെ ഡാൻസും കളിയും ഏതൊരു പുരുഷനും കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാനത് പറയാനുള്ള കാരണം, ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നമുക്കറിയാം, നമ്മുടെ വീടുകൾ കുട്ടികൾ വളരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒരു പ്രായത്തിലൊക്കെ നിൽക്കുമ്പോൾ വിവാഹം കഴിഞ്ഞൊക്കെ ചെറിയ കുട്ടികളായിട്ടുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ വീടുകൾ നമ്മൾ മൊബൈലിലും TV-യിലൊക്കെ നോക്കുന്നത് നല്ല പാട്ടും കളിയും ഡാൻസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കുട്ടി എന്താ വിചാരിക്കുന്നത്, ഇത് നല്ലതാണെന്ന് വിചാരിക്കുക. അതുപോലെ ഈ ബാലവാടി അങ്കലവാടിയിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടുത്തെ ഓണവും ആഘോഷവും അതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കലും പച്ചക്കറി കൊണ്ടുപോലും കഴിക്കലും ഇതൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ അതൊരു കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുക അവർ. അത് ആ കുട്ടിയാണ് പിന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നു, എല്ലാ കൊല്ലം ഇങ്ങനെ ആഘോഷിക്കുന്നു. പെട്ടെന്നൊരു ദിവസം 15-16 വയസ്സായതാണ് ഈ കുട്ടിക്ക്, ഒരിക്കലും അല്ല. അത് ആ കുട്ടി ചെറുപ്പത്തിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ കണ്ട് ഇങ്ങനെ ഇതായി. നമുക്കറിയാം ഏതൊരു ആഘോഷവും അത് ഒരു അതിര് കവിഞ്ഞ് അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ നബിദിന ആഘോഷത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ നബിദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന ഓരോ നാടുകളിൽ പ്രത്യേകമായ ലൈറ്റും കിലോമീറ്ററുകളോളം ലൈറ്റും ഫ്ലൈറ്റും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം ഗും 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 എന്നൊക്കെ പാട്ടൊക്കെ വെച്ച്. ഇത് അനുവദനീയമാണോ? ഇത് നിഷിദ്ധമാണോ? ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഓരോ ഇല്ലാത്തൊരു കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഓരോ വർഷം തോറും അതെന്താകുന്നുണ്ട്,
ഭയങ്കരമായി അതിന് പ്രോഡി നൽകിയിട്ട് ഭയങ്കരമായിട്ട് അതിനെ ആഘോഷമാക്കിയിട്ട് ആനയും അമ്പാടിയൊക്കെ എഴുന്നള്ളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉറൂസുകളിലും പലപ്പോഴും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അത് ഇല്ലാത്തൊരു ആചാരം അനാചാരത്തെ ഒരു ആചാരമാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതെല്ലാം. പക്ഷേ ഇവിടെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ കുറച്ച് വലിയ കുട്ടികളൊക്കെ ഡാൻസും പാട്ടൊക്കെ കാണുമ്പോൾ, നമ്മൾ വിവാഹത്തിൽ പോലും അങ്ങനെ നടക്കാറുണ്ട്. വിവാഹത്തിന് ബസ്സിലൊക്കെ മറ്റിൻ്റെ ഒരു പുതിയാപ്പിളുടെ വീട്ടിലേക്കോ പുതിയൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ കാണാം ഈ ഗുംകു പാട്ട് വെച്ചിട്ട് ഡാൻസും കളിയും അതിന് പെൺകുട്ടികൾ തുള്ളലും. അതിന് നമ്മൾ ഭയങ്കരമായ സപ്പോർട്ടൊക്കെ കൊടുത്താൽ എന്ത് വേണം, നമ്മളെ കൂടെ ജീവിക്കുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ 5-6 വയസ്സായ കുട്ടിക്ക് ഇത് കാണുമ്പോൾ അവർ തുള്ളാൻ കഴിയും. അവർക്കിത് ഇവരായിരിക്കും ഇത് നല്ലതാണെന്ന് വിചാരിക്കും, അവരങ്ങനെ ചെയ്യും. കുറച്ച് വലുതാകുമ്പോൾ ഈ കുട്ടിക്ക് 15-16 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 14-15 വയസ്സാകുമ്പോൾ ഒരു വർക്കത്തായ കുട്ടി, അപ്പോൾ അവർക്ക് ഇത് ഒരു പ്രശ്നമല്ല എന്ന് തോന്നും അവർക്ക്. അത് അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അത് സമൂഹത്തിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട മുതിർന്ന ആളുകളൊക്കെ അവരെ പറയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ട വിഷയമാണ്. അതേപോലെ ഇതിപ്പോൾ സ്ത്രീകൾക്ക് ഒരിക്കലും ഇതറിയില്ല. പല സ്ത്രീകൾക്കും ഇതറിയില്ല, പുരുഷൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണ്, പുരുഷൻ്റെ നോട്ടത്തിലൂടെ എന്താണ് അവന് സംഭവിക്കുന്നത്. ഒരു സ്ത്രീ ഇങ്ങനെ ഡാൻസും പാട്ടും കളിക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഒരു കോമഡി യൂട്യൂബിൽ ഒരാൾ ഇതിട്ട് ഒരു പെൺകുട്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. അതായത് ഒരു കുളത്തിലേക്ക് പോകുന്ന സീനാണ് അത്. ആ കുട്ടി അപ്പോൾ കുളത്തിലേക്ക് ഇങ്ങനെ പോകുന്നു, ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ബ്ലോഗർ, പെൺകുട്ടിയാണ് ബ്ലോഗർ. അപ്പോൾ എനിക്ക് പറയാം, കുളത്തിലൊക്കെ എപ്പോഴും ആൺകുട്ടികളാണ്, ഇപ്പോൾ നമുക്കൊരു ചാൻസ് കിട്ടി, നമുക്ക് കുളിക്കാം, പെൺകുട്ടികൾക്ക് മാത്രമേ ഒരു അവസരം നൽകണം, എല്ലാവരും മാറി ഞാൻ കുളിക്കാമായിരുന്നു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ സൈഡിട്ട് ഈ വീഡിയോ ഇട്ടിട്ട് ഇയാൾ പറയാണ്, അദ്ദേഹം ഇങ്ങനെ കോമഡി ആക്കിയതാണ്. പക്ഷേ യാഥാർത്ഥ്യം സത്യം അതാണ്. നിങ്ങളവിടെ കുളിക്കുകയാണെങ്കിൽ ഞങ്ങളെ നാട്ടുകാരാണെങ്കിൽ ഞങ്ങളൊക്കെ മാറി തരും. എന്നിട്ട് നിങ്ങളിങ്ങനെ കുളിക്കുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ നിൽക്കും. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളൊന്ന് മുങ്ങുക, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ എന്ന് കരുതി നമ്മളിങ്ങനെ നോക്കാൻ നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഡാൻസും പാട്ടും കളിയും ഒക്കെ കാണുമ്പോൾ, ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ പുരുഷൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, തലച്ചോറിൽ ഹോർമോണുമായി ബന്ധപ്പെട്ട് സ്വന്തം രക്തത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. രക്തബന്ധത്തിൽ ഇങ്ങനെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുകയില്ല ഒരിക്കലും. തൻ്റെ സ്വന്തം കുട്ടിയോ തൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ ഡാൻസോ കളിയോ പാട്ടോ കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടില്ല. നമുക്കറിയാം, മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവിടെ മറ്റൊരു അന്യയായ കുട്ടി കളിക്കുമ്പോൾ എന്താണ് ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുക, എന്താണ് ആ കാഴ്ചയിലൂടെ അവനൊരു സുഖവും സന്തോഷവും കിട്ടുക, മനസ്സിലാക്കുക നമ്മൾ. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു സ്വന്തം പെങ്ങളാണെങ്കിൽ, നമ്മളൊരു മോളാണെങ്കിൽ നമ്മളിത് കൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് കണ്ടാഞ്ഞിട്ട് അത് നമ്മൾ വീഡിയോ ചെയ്യും ഒരിക്കലും. അത് ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കണ്ട ഒരു വീഡിയോയിൽ ഖുർആൻ്റെ വചനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉണ്ട് ഇങ്ങനെ ഒരാൾ കൊടുത്തിട്ട് ഖുർആൻ്റെ ഞാൻ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളൊരു കമൻറ്റ് ചെയ്ത് 5 ആൾ വേറെയും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്നും എഴുതാത്ത, അതിനൊന്നും പോയിട്ട് നമ്മളൊന്നും അഭിപ്രായം പോയിട്ട് പറയാത്ത കമൻറ്റിൽ. ചില ആളുകൾക്ക് ഭയങ്കര കമൻറ്റായിട്ട് എഴുതുമ്പോൾ വിചാരിക്കും അത് നമ്മൾ നന്മയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നന്മയല്ല, ദോഷ ചെയ്യും നമ്മൾ പോയിട്ട് അവിടെയൊക്കെ കമൻറ്റ് എഴുതുക. അപ്പോൾ അത് കൂടുതൽ ആളുകൾ കാണാൻ സാധ്യത കൂടുന്നത്. അതേപോലെ ഈ ഡാൻസും പാട്ടും പ്രത്യേക രീതിയിൽ ശരീരം ചലിപ്പിക്കലും ഇതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് കോളേജിൽ നിന്ന്. പക്ഷേ ആര് കേൾക്കാൻ. ഇതുപോലെ ഈ അടുത്ത കാലത്ത് 4ാം ക്ലാസ്, എൻ്റെ മോള് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയി. അടുത്ത കാലത്ത് ഒരു കുട്ടി 4, ഒരു കുട്ടി 9 പഠിക്കുന്ന കുട്ടികളുണ്ട് എനിക്ക്. അപ്പോൾ ഇവിടെ ടൂർ പോയിട്ടാകുമ്പോൾ ഈ വന്നിട്ട് പിന്നെ ഞാൻ ബസ്സിലല്ല എങ്ങനെ ഞാൻ ഇങ്ങനെ സുഖവിവരങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ബസ്സിലൊരു പാട്ടുണ്ട്, എന്താ പാട്ടറിയോ, എൻ്റെ കണക്കല കുണുക്കല കല്യാണി നിൻ്റെ മാറത്തെ പുള്ളി. ആ പാട്ട് ശരിക്കും കേട്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ, ഈ കല്യാണി എന്തോ ഒരു പാട്ട്, നമുക്ക് ഈ പാട്ട് ശരിക്കും വായിൽ വരില്ല എൻ്റെ. അപ്പോൾ ഇവിടെ ശരിക്കും ആ പാട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കേട്ട എന്താ ഈ കുട്ടി മനസ്സിലാക്കുക, ആണ് പെണ്ണൊക്കെ കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക. ഇതാ ബസ്സിൽ പാട്ട് ഗുംക്ക് വെച്ചിട്ട് ഇവർ ടൂർ പോകുന്നു. പിന്നെ എങ്ങനെ ഇവർക്ക് കുണം പിടിക്കാനാ, പിന്നെ എങ്ങനെ ഇവർക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് മറ്റൊരു കുട്ടി, പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് കാണാറുണ്ട് ചില ആളുകളുടെ സ്റ്റാറ്റസ്. അത് ചെറിയ കുട്ടി ഈ ഏതോ ഒരു സിനിമ നടിയുടെ ഭയങ്കര ഒരു പാട്ടുണ്ടായിരുന്നു, എന്തോ ഒരു എൻ്റെ ഓർമ്മയിൽ എത്ര വരുന്നില്ല ഇങ്ങനത്തെ ഈ പാട്ട്, എന്തോ ഒരു സിനിമ നടീൻ്റെ ജയിലർ എന്ന സിനിമയിൽ എന്തോ ഒരു സോങ് ഉണ്ട്, അത് ഭയങ്കര വൃത്തികെട്ടൊരു സോങ്ങാണത്. അപ്പോൾ ഇവിടെ ആ ഒരു പാട്ട് നമ്മൾ വീട്ടിലിങ്ങനെ കുട്ടി ഇങ്ങനെ കാണും. നമ്മളെ വീട്ടിൽ TV ഇല്ല, പിന്നെ മൊബൈലാണ് കുട്ടികൾ അധികം അങ്ങനെ യൂസ് ചെയ്യില്ല. എന്നിട്ട് പോലും ആ പാട്ട് ഇങ്ങനെ പാടി ഡാൻസ് കളിക്കാൻ ഈ കുട്ടി. പലപ്പോഴും ഡാൻസൊക്കെ ചില ആളുകൾ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുട്ടികളുടെ പാട്ടൊക്കെ പാടിയിട്ട്. ആ കുട്ടി വലുതായാൽ ഈ കുട്ടി അപ്പോൾ തന്നെ നമ്മൾ തിരുത്തി കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ കുട്ടി വലുതായാലും ഇത് കുട്ടികൾക്ക് നല്ലതാണെന്ന് വിചാരിക്കുക. അതേപോലെ ഡാൻസ് കളിക്കുന്ന കുഴപ്പമില്ലെന്നാണ് കുട്ടി വിചാരിക്കുക. അപ്പോൾ നമ്മൾ തിരുത്തേണ്ട അടുത്ത് നമ്മൾ കാരണവന്മാരും മുതിർന്ന ആളുകളും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ആ തിരുത്തേണ്ട സമയത്ത് നല്ല രീതിയിൽ തിരുത്തി കൊടുക്കുക. ഒരിക്കലും ഷൗട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ പിടിച്ച് നിർബന്ധിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടോ ഒന്നും ഒരിക്കലും ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കില്ല, കഴിയില്ല. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് കുട്ടികളെ കുറച്ച് പ്രായമാകുമ്പോൾ.
മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മളെ കുടുംബത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കും. അതുപോലെ ഇവരുടെ ഇന്ന് ഡാൻസ് കളിക്കുക, ഇന്ന് കളിച്ചുകൂടാ, ഇങ്ങനെ ശരീരത്തിനെ ചലിപ്പിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഡാൻസൊക്കെ കണ്ടാൽ ശരിക്കും ഭയങ്കര ബോറായി നമുക്കൊക്കെ തോന്നുന്നത്. അത് വലിയ കുട്ടികൾ, കുറച്ചൊക്കെ ചെറിയ കുട്ടിയാണ് കുഴപ്പമില്ല, കുറച്ചൊക്കെ വലിയ കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അത് ഏത് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതുണ്ടോ ശരിക്കും ഒരു ആചാരമായിട്ട് അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും മതപരമായി പിന്നെ താരതമ്യ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ പറയാം. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരമായിട്ട് അങ്ങനെ ഒരു ഡാൻസും കളിയും പാട്ടും ഉണ്ടോ? ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേപോലെ നമ്മൾ ഈ പാട്ടും കളിയും ഡാൻസൊക്കെ എവിടെയാണ് കാണുന്നത്? സീരിയലും സിനിമയില്ലാത്ത ഈ ടെലിഫിലിമിലും അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ ഇങ്ങനെ റീൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും പാട്ട് പാടുന്ന കളിക്കുന്നതല്ലാതെ ശരിക്കും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ പാട്ടും ഡാൻസും ഭാര്യയും ഭർത്താവും മക്കളും അമ്മയും അച്ഛനും ഇങ്ങനെ സിനിമയിലല്ലാതെ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ടോ ഇതൊക്കെ? ഇത് ഇത്രമാത്രം എങ്ങനെയാണ് ഇവർ അധപ്പതിച്ച് പോകുന്നത് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇതാണ് ഇവർ കാണുന്ന ഈ സിനിമകൾ, ഈ രംഗങ്ങളാണ് കാണുന്നത്. ഈ ബസ്സിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ടൂർ പോകുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളും ഒക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വലിയ നന്മയാണെന്ന് ഇവർ വിചാരിക്കുന്നത്. ആരാ തിരിച്ചു കൊടുക്കേണ്ടത്? ആരാ ഇത് കറക്റ്റായി ഒരു ബോധം പറഞ്ഞു കൊടുക്കേണ്ടത്? സയൻസ് പഠിപ്പിക്കുന്ന മാസം സയൻസ് പഠിപ്പിക്കും, കണക്ക് പഠിപ്പിക്കുന്ന മാസം കണക്ക് പഠിപ്പിക്കും, ശാസ്ത്രം പഠിപ്പിക്കുന്ന മാസം ശാസ്ത്രം പഠിപ്പിക്കും. ആര് പറഞ്ഞു കൊടുക്കും ഇത്? എന്നിട്ട് ഇവർ തന്നെ ഇങ്ങനെയുള്ള അധ്യാപകന്മാർ തന്നെ സ്റ്റാറ്റസ് വെക്കുകയും ഗ്രൂപ്പുകൾ, സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുകയും ഈ കുട്ടി ഭയങ്കര ഉഷാറാണ്, ഭയങ്കര ടാലൻറ്റഡാണ്. നിങ്ങൾ സ്പോർട്സ് പരമായിട്ട് വരെ പഠിപ്പിക്കും, ഓടാനും ചാടാനും തുള്ളാനൊക്കെ പഠിപ്പിക്കും ഇവരെ. അതിന് നമുക്ക് കുഴപ്പമില്ല. പിന്നെയും അല്ലെങ്കിൽ കലാപരമായ കഴിവ്, ഇതെന്താ നമ്മൾ കാണുന്നത്? ഈ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ, വലിയ കുട്ടികൾ, അവരെത്രമാത്രം ചലിപ്പിക്കാമെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ട സമയം സന്ദർഭമായിരിക്കുന്നു. പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത് വലിയ വിഡിത്തമാണ്. പണ്ഡിതന്മാരൊക്കെ സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. പലപ്പോഴും ഇത് പണ്ഡിതന്മാർ ഒരുപാട് വലിയ കുറ്റമുണ്ട് പണ്ഡിതന്മാർക്ക് ഈ ഭാഗത്ത്. കാരണം അവർ ഒരു എടുത്ത് പറയുന്നില്ല, ഇത് ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി അവർ പറയണം. അവർ പോക്കറ്റ് തുറക്കുന്നിടത്തേക്ക് സംസം വെള്ളത്തിൻ്റെ ഒരു കുപ്പി ഇത്രയ്ക്ക് വിറ്റ് 20,000 എങ്ങനെ ഉണ്ടാക്കാം, ഒരു ഈത്തപ്പഴത്തിൻ്റെ പാക്കറ്റ് വിറ്റിട്ട് എങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് അവരല്ല. അല്ലെങ്കിൽ ഒരു സ്വലാത്ത് മജ്ലിസ് നടത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു ബുർദാ മജ്ലിസ് നടത്തിയിട്ട് എങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് അവരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും അവരെ പോക്കറ്റ് തുറക്കുന്നിടത്തേക്ക്, അവരെ കേസ് തുറക്കുന്നിടത്തേക്ക് ആയിപ്പോയിട്ടുണ്ടോ, അവരുടെ മതപരമായ ഉത്ബോധനങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളെങ്കിലും പറഞ്ഞു കൊടുക്കുക. നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വലിയ രീതിയിലൊരു തിരുത്തലൊന്നും നമുക്ക് സാധിക്കില്ല നമ്മുടെ കുട്ടികളെ. കാരണം ഈ അന്തരീക്ഷത്തിലാണല്ലോ അവർ ജീവിക്കുന്നത്, ഈ ഒരു സർക്കിളിലാണല്ലോ അവർ ജീവിക്കുന്നത്, ഈ സ്കൂളും ഈ അംഗനവാടിയും ഈ സ്കൂളും ഈ ചുറ്റുവട്ടത്തിലും. എന്നാലും ചെറിയ രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ്. അവർക്ക് ബോധ്യം, നിങ്ങൾ ചിന്തിക്കണം, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും.